പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഇതിനു മുൻപ് എൻ്റെ വീഡിയോ കാണാത്തവർ, എൻ്റെ പേര് ലിസി എന്നാണ്. UK താമസിക്കുന്നത്. നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെ ഒരു ചാരിറ്റിയുടെ ഒരു മെമ്പറായിട്ടും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നേച്ചറും പ്രകൃതിയും നമ്മുടെ പൂക്കളും കായ്കളും വെജിറ്റബിളും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ഇന്ന് ഞാൻ ഇതിനെ പറ്റിയിട്ടൊന്നുമല്ല ഒരു ചെറിയൊരു വീഡിയോ ഇടാൻ പോകുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു ചാരിറ്റിയുടെ ഒരു മെമ്പറാന്ന് പറഞ്ഞില്ലേ, ആ ചാരിറ്റിയുടെ പേര് മദേഴ്സ് ചാരിറ്റി എന്നാണ്. നിങ്ങൾ കുറേ പേർക്കൊക്കെ മദേഴ്സ് ചാരിറ്റിയെ പറ്റി അറിയാമായിരിക്കും. അപ്പം അതിനകത്ത് തന്നെ പല ഗ്രൂപ്പുകളുണ്ട്. അപ്പം അതിനകത്ത് ഒരു ഗ്രൂപ്പിനെ പറ്റി ഞാൻ പറയുന്നത് ഷെയർ ദ ജോയ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പാണേ. അതിലൂടെ നമ്മൾ ചെയ്യുന്നത് നാട്ടിൽ ഭക്ഷണം കൊടുക്കുന്നതാണ് മെയിനായിട്ട് ചെയ്യുന്നത്. അതല്ലെങ്കിൽ ഏതെങ്കിലും വീടുകളിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അത് നമ്മൾ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ ആർക്കെങ്കിലും വസ്ത്രങ്ങളായിട്ടോ അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് അതിൽ കൂടെ നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മുടെയൊക്കെ ബർത്ത്ഡേയോ അല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറി അങ്ങനെയൊക്കെ വരുമ്പം നമ്മുടെ മദേഴ്സ് ചാരിറ്റിയിലേക്ക് ഒരു കോൺട്രിബ്യൂഷൻ ഇട്ടിട്ട് അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ സ്പോൺസർ ചെയ്യും, ഇത്ര പേർക്ക് ഫുഡ് കൊടുക്കാമോ എന്ന് ചോദിക്കും. അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മളിപ്പോൾ മെയിനായിട്ട് ആലപ്പുഴയുടെ മുഹമ്മ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു 5-6 വർഷമായി കാണും അത് നമ്മൾ തുടങ്ങിയിട്ട്. അപ്പം അവിടെ ഫുഡ് കൊടുക്കുന്ന നമ്മുടെ ഒരു സുഹൃത്തിന്റെ പേരാണ് ഷാജിയുടെ വൈഫിന്റെ പേര് സുനിത. പിന്നെ അവരുടെ വീട്ടിൽ അമ്മയുണ്ട്, 2 മക്കളുണ്ട്, മോളും മോനും ഉണ്ട്. ഈ കുടുംബം ഒന്നായിട്ടാണ് നമ്മുടെ മദേഴ്സ് ചാരിറ്റിക്ക് വേണ്ടിയിട്ട് ഭക്ഷണം വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് ഓരോരുത്തർക്ക് കൊണ്ടു കൊടുക്കുന്നത്. ഷാജിയെ ഞങ്ങൾ പരിചയപ്പെട്ടത്, ഞാൻ ഇതിനു മുൻപ് വയലാർ ഫാമിലിയെ പറ്റിയിട്ടൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പം വയലാർ ഫാമിലിയാണ് നമുക്ക് ഈ ഷാജിയെ പരിചയപ്പെടുത്തി തന്നത്. അപ്പം അന്ന് തുടങ്ങിയിട്ടുള്ള ഒരു ബന്ധമാണ് ഷാജിയായിട്ട്. നല്ലൊരു സുഹൃത്താണ്. അതുപോലെ തന്നെ ഏത് കാര്യങ്ങളും ഇപ്പോൾ ചാരിറ്റിയുടെ ആണെങ്കിലും ഒന്ന് അന്വേഷിക്കാൻ പറയുവാണെങ്കിലും അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് ഒരു കാര്യം കൊടുക്കാനാണെങ്കിലും എന്ത് ചോദിച്ചാലും ഷാജി ഒരു നോ എന്നൊരു ആൻസർ ഷാജി പറയാറേ ഇല്ല. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് നമുക്കിങ്ങനെ ഞങ്ങൾ ട്രസ്റ്റിമാർക്ക് ഇങ്ങനെ മനസ്സിൽ തോന്നിയത്, നമുക്കിങ്ങനെ ഫുഡ് ഏതെങ്കിലും ഒരു വീട്ടിൽ തന്നെ ഭക്ഷണം പ്രിപ്പയർ ചെയ്തിട്ട് പല സ്ഥലങ്ങളിലും കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ ഈ ആലപ്പുഴയുടെ കാര്യം മാത്രമാണ് പറയുന്നത് കേട്ടോ. മുഹമ്മ എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊടുക്കാനായിട്ട് ഞാൻ നിങ്ങൾ ഷാജിയോട് ചോദിച്ചത്. അപ്പൊ ഷാജിയും സുനിതയും കൂടി ആലോചിച്ചിട്ട് പറഞ്ഞു, ഒരു കുഴപ്പമില്ല ചേച്ചി, ഞങ്ങൾ വീട്ടിൽ തന്നെ ഭക്ഷണം പാകം ചെയ്ത് ഓരോ പൊതികളിലാക്കി ആവശ്യമുള്ളവർക്ക് കൊണ്ടുപോയി കൊടുക്കാനായിട്ട് സന്തോഷമുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവരത് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ഇന്നും ഓർക്കുന്നു ഷാജിയുടെ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കാനുള്ള ലിസ്റ്റ് ഇട്ടതും. ആദ്യം നമുക്കും അറിഞ്ഞൂടല്ലോ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പൊ ഷാജിയും നമ്മളും കൂടി ലിസ്റ്റ് ഇട്ടു, എന്തൊക്കെയാണ് നമ്മൾ വാങ്ങിക്കേണ്ടത്, പാത്രങ്ങൾ വീട്ടിലുണ്ടോ, ഗ്യാസിന്റെ സൗകര്യം ഉണ്ടോ, ഇതൊക്കെ ചോദിച്ചു. അപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഷാജി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഷാജി പറഞ്ഞു, ചേച്ചി നമുക്കിത് ഇലയിൽ പൊതിഞ്ഞ് നമുക്കൊരു പൊതിച്ചോറായിട്ട് കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യത്തെ പൊതിച്ചോറ് നമുക്ക് എന്താ പറയുക ഒരു ഉദ്ഘാടനം പോലെ നമ്മൾ നിറവേറ്റിയത് വയലാർ കുടുംബത്തിൽ നിന്നാണ്. അന്ന് വയലാറിന്റെ എന്താ പറഞ്ഞ പ്രിയ പത്നി അല്ലെങ്കിൽ നമ്മുടെ ശരത്തേട്ടന്റെ അമ്മയാണ് അന്ന് അമ്മയുടെ കൈകളിലൂടെയാണ് ആ ഒരു പൊതിച്ചോറ് നമ്മുടെ ഷാജിക്ക് കൊടുത്തത്. അതായിരുന്നു ഇതിന്റെ ഏറ്റവും ആദ്യത്തെ ഒരു ഉദ്ഘാടനം പോലെ നമ്മൾ നിർവഹിച്ചത്. ഒരുപാട് സന്തോഷത്തോടെ ഓർക്കുന്നു. അങ്ങനെ നമ്മൾ വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്നതും നമ്മൾ ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ടല്ലേ. അപ്പൊ വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാനായിട്ടായിരുന്നു ഞങ്ങൾക്ക് ഭയങ്കര ഒരു സന്തോഷം. അപ്പൊ സാധനങ്ങളൊക്കെ പോയി വാങ്ങിക്കുന്നു. സുനിതയും മക്കളും അമ്മയും കൂടി അരിയുന്നു, അതിന്റെ ഫോട്ടോ ഒക്കെ ഇട്ട് തരുന്നു, അത് അടപ്പത്താക്കുന്നു, അതിന്റെ ഫോട്ടോ ഇട്ട് തരുന്നു, വീഡിയോ ഇട്ട് തരുന്നു. അത് കാണുമ്പോൾ തന്നെ നമുക്ക് അകലങ്ങളിൽ നിന്നിട്ട് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. അപ്പൊ ആരാണോ ഈ സ്പോൺസർ ചെയ്തിരിക്കുന്നത് അവർക്ക് നമ്മൾ വീഡിയോസും ഫോട്ടോസും ഒക്കെ ഇട്ട് കൊടുക്കും. പിന്നെ ഷെയർ ദ ജോയ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്, ആ ഗ്രൂപ്പിൽ നമ്മളിത് ഇടും. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനൊരു സന്തോഷമാണ്. കാരണം നമ്മൾ എത്ര പൈസ കൊടുത്താലും കിട്ടാത്തൊരു പുണ്യാണ് ഭക്ഷണം കൊടുക്കുമ്പോൾ കിട്ടുന്നത്. ഒരു വയറ് വിശക്കുക എന്ന് പറയുന്നത് നമ്മളൊക്കെ അനുഭവിച്ചവരായിരിക്കും അല്ലെ. അപ്പൊ ഈ ദിവസങ്ങളിൽ ഈ കഴിഞ്ഞ 2-3 ആഴ്ചകൾക്ക് മുൻപ് ഇതുപോലെ തന്നെ, ഇപ്പൊ വർഷങ്ങളായിട്ട് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇതുപോലെ തന്നെ ഷാജിയും സുനിതയും മക്കളും എല്ലാവരും കൂടിയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി അവര് ഓരോ പൊതികളിലാക്കിയിട്ട്. അപ്പൊ നമുക്ക് സ്ട്രീറ്റുകളിൽ ആൾക്കാർ കുറവാണല്ലേ. പണ്ട് നമ്മുടെ പള്ളിപ്പെരുന്നാളിനും അല്ലെങ്കിൽ മറ്റേ ശിവരാത്രിയും അങ്ങനെ മലയാറ്റൂരൊക്കെ വരുമ്പം നമുക്ക് ഒരുപാട് പേര് ഇങ്ങനെ വഴിയരികിൽ ഇരിക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ അവർ കുറവാണെന്നാണ് നമ്മൾ അറിഞ്ഞത്. അപ്പൊ അത് കാരണം അങ്ങനെയുള്ളവർക്കും കൊടുക്കും. അതുകൂടാതെ ഓരോ വീടുകളിൽ രോഗികളായിട്ട് കഴിയുന്നവർക്കും
അപ്പം രോഗികളായിട്ട് കഴിയുമ്പോൾ അവർക്ക് ചിലപ്പോൾ അവർ വിചാരിച്ച ഫുഡ് അവർക്ക് കഴിക്കാൻ പറ്റിയെന്ന് വരില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ കൂടെ നിൽക്കുന്നവർക്കും ചിലപ്പോൾ നമുക്ക് ആഗ്രഹം ഉണ്ടാവും ഒരു നേരം ഒരു ചിക്കൻ കഴിക്കണമെന്ന്. അപ്പം അങ്ങനെ കഴിക്കാനായിട്ട് സാധ്യത ഇല്ലാത്തവർക്കും അവരെ നോക്കിയിട്ട് അപ്പം അങ്ങനെ ഒരു 15, 16 ചിലപ്പോൾ 18 പേർക്ക് വരെ ഷാജിയും വൈഫും കൂടി കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. അത് ഷാജി തന്നെ ഷാജിയുടെ ബൈക്കിൽ പോയിട്ട് ബാക്കിൽ സാധനങ്ങളൊക്കെ വെച്ച് പൊതിച്ചോറൊക്കെ വെച്ചിട്ടാണ് കൊടുക്കണത്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു മനസ്സിനൊരു ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ സുനിത പോയിട്ട് ഈ ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഒരമ്മയ്ക്ക് ഈ ഫുഡ് കൊടുത്തു. അപ്പോൾ ഫുഡ് കൊടുത്തപ്പോൾ അമ്മ ഈ സുനിത എന്നാണ് കെട്ടിപ്പിടിച്ചു. ആ കെട്ടിപ്പിടിക്കലിൻ്റെ ആ ഒരു വാത്സല്യം, ആ ഒരു ലാളിത്യം, ഒരു സ്നേഹം, അതെല്ലാം നമുക്ക് അകലങ്ങളിൽ നിന്ന് ഞങ്ങൾക്കത് വീക്ഷിക്കാൻ പറ്റി. ഞങ്ങൾക്ക് ഭയങ്കര കുറേ നേരം ഞാനും ഞങ്ങളുടെ ട്രസ്റ്റിമാരും നമ്മുടെ ആ ഷെയർ ദ ജോയിൽ ഇട്ടവരും ആ കണ്ടവരും ഒക്കെ അത് ഫോട്ടോ ഇങ്ങനെ നോക്കി നിന്നു. അതെപ്പോഴും നെഞ്ചോട് ചേർത്ത് വെക്കാൻ പറ്റുന്നൊരു ഫോട്ടോ. ആ ഫോട്ടോ കണ്ടപ്പം ആ കണ്ടവരെല്ലാവരും അവരവരുടെ അമ്മയെ ഓർത്ത് കാണും. സുനിതയുടെ അമ്മയെ ഓർത്ത് കാണും. ഞാൻ എൻ്റെ അമ്മച്ചിയെ ഓർത്തു. നമ്മുടെ കൂടെ ഇല്ലെങ്കിലും നമുക്ക് ആ ഓർമ്മകൾ പെട്ടെന്ന് ഇങ്ങോട്ട് മനസ്സിലേക്ക് ഇങ്ങനെ എന്താ പറഞ്ഞേ, ഒരു വിങ്ങൽ പോലെ വന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അമ്മയ്ക്ക് പറയാൻ പറ്റാത്ത ഒരുപാട് വികാരങ്ങളാണ് അമ്മയുടെ കണ്ണുനീരിൽ കൂടെ പോകുന്നത്. അത് നമ്മൾക്ക് വായിക്കാൻ പറ്റും. അങ്ങനെ സുനിതയും കരഞ്ഞു, അമ്മയും കരഞ്ഞു, കണ്ടു നിന്ന ഷാജിയും കരഞ്ഞു കാണും. അത് വീഡിയോയിലും ഫോട്ടോയിലും കണ്ട ഞങ്ങൾക്കും ഭയങ്കര ഒരു ടച്ചിങ് മൂമെന്റ്സ് ആയിരുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം ഞാൻ ശരിക്കും ഈ വീഡിയോ ഇട്ടത് നമ്മുടെ മദേഴ്സ് ചാരിറ്റിയുടെ സ്നേഹവും വാത്സല്യവും ബഹുമാനവും ഷാജിക്കും ഷാജിയുടെ കുടുംബത്തിനും. അത് പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടത് ഷാജിയുടെ മോള് ഇപ്പോഴത്തെ ടീനേജ് കുട്ടിയാണ്, കൊച്ചു വർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ടും ഈ മിക്കപ്പോഴും നമ്മൾ സാറ്റർഡേ കൊടുക്കാറ്. എന്നിട്ടും മോള് ആ സമയം കണ്ടെത്തി അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ഈ ഫുഡ് കൊടുക്കാനായിട്ട് പോകുന്ന ആ ഒരു എന്താ പറയുക, ഒരു നൈർമല്യമായ ഒരു സംഭവം ഉണ്ടല്ലോ, അത് മോള് ചെയ്യുന്നതിന് എനിക്ക് ഒരുപാട് സ്നേഹമുണ്ട് മോളെ. ഇത് എൻ്റെ മാത്രമല്ല, മദേഴ്സ് ചാരിറ്റിയുടെ എല്ലാ മെമ്പേഴ്സിൻ്റെയും പേരിലുള്ള സ്നേഹവും വാത്സല്യവും നിങ്ങളോട് പറയുന്നു. ഒരു പ്രാവശ്യം എനിക്കും അത് അനുഭവിച്ചറിയാനായിട്ടൊരു അവസരം കിട്ടി. ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന പോലെ വയലാർ വീട്ടിൽ ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾക്കും അന്ന് അവിടെ ഫുഡ് കൊടുക്കുന്ന ദിവസമായിരുന്നു. അപ്പം ഷാജിയുടെ കൂടെ എനിക്കും പോകാനായിട്ട് സാധിച്ചു. പല വീടുകളിലും കയറി ഇറങ്ങി ഫുഡ് കൊടുക്കാനും അവരോട് കുറച്ചു നേരം കുശലം പറയാനും അവരെ ഒന്ന് ആശ്വസിപ്പിക്കാനും സാന്ത്വനിപ്പിക്കാനും ഒക്കെ എനിക്കും സാധിച്ചു. ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനെ നമ്മൾ പല സ്ഥലങ്ങളിലും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഓരോ ദിവസവും ഓരോന്ന് പറയാം. അപ്പം നിങ്ങൾക്കും ഒരു സന്തോഷമല്ലേ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പം. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ആലപ്പുഴ ഭാഗത്തോ അല്ലെങ്കിൽ മുഹമ്മ ഭാഗത്തോ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. അതുപോലെ തന്നെ ഷാജി, ശരിക്കും പറഞ്ഞാൽ ഷാജി അവിടെ മുഹമ്മ ആ പ്രദേശത്ത് അമ്പലങ്ങള് പള്ളികള് എവിടെയാണെങ്കിലും അനൗൺസ്മെന്റ് ചെയ്യുന്ന നല്ലൊരു ശബ്ദത്തിന്റെ ഉടമയാണ് ഷാജി. നമുക്കത് കേൾക്കുമ്പോൾ തന്നെ വലിയൊരു സന്തോഷമാണ്. ഒരു പ്രാവശ്യം ഇവിടുത്തെ നമ്മുടെ ഒരു ഗ്രേസ് നൈറ്റ് എന്ന് പറഞ്ഞൊരു പരിപാടിക്ക് നമ്മുടെ സിനിമാ താരം ശങ്കറാണ് വന്നത്. അന്ന് ശങ്കറിനെ വരവേൽക്കാനായിട്ട് അന്നത്തെ ആ സൗണ്ട് ഇവിടെ നമ്മൾ മുഴങ്ങിക്കേട്ടത് ഷാജിയുടെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ നാട്ടിൽ പോയപ്പം ഷാജിക്കും ഒരു മൊമെന്റോ കൊടുക്കാനായിട്ട് സാധിച്ചു. പെട്ടെന്ന് ഇങ്ങനെ ഓർത്തു വന്നതാട്ടോ. പിന്നെ ഷാജിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ വേറൊരു പ്രത്യേകതയുണ്ട്. ഷാജിയുടെ വീട്ടിൽ നാടൻ വീട്, അന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു, നാടൻ ഊണ്. അതിലപ്പുറം അവിടെ കുറച്ച് ആടുകളും ആട്ടിൻ കുഞ്ഞുങ്ങളും ഒക്കെ ഇങ്ങനെ ഓടിച്ചാടി കളിക്കുന്നുണ്ട്. അത് കാണാൻ തന്നെ ഭയങ്കര ഒരു സൗന്ദര്യമായിരുന്നേ. ഇപ്പോഴും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ആടും കുഞ്ഞുങ്ങളും ഒക്കെ. അങ്ങനെ കുറെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പറയാൻ വന്നതാട്ടോ. അപ്പൊ ശരിക്കും ഈ വീഡിയോ ഇട്ടതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഷാജിയോടും കുടുംബത്തോടും മദേഴ്സ് ചാരിറ്റിയുടെ സ്നേഹവും വാത്സല്യവും അറിയിക്കുന്നു. ഇനിയും നമുക്ക് ദീർഘനാൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റട്ടെ. ആർക്കെങ്കിലും ഫുഡൊക്കെ കൊടുക്കാനായിട്ട് അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ പല സ്ഥലങ്ങളിലും കൊടുക്കുന്നുണ്ട്, പക്ഷെ ഇപ്പൊ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് ഇവിടെയാണ് കേട്ടോ. അപ്പൊ ഷാജി, താങ്ക് യു. സുനിത കുട്ടി.